Hello, this is the last part of Sermon at Benares. നമുക്കറിയാം കിസ ഗോദാമി പുത്തൻ പറഞ്ഞ പ്രകാരം ഒരു ഹാൻഡ്ഫുൾ ഓഫ് മസ്റ്റാർഡ് സീഡ് അന്വേഷിച്ച് വീടാന്തരം കയറിയിറങ്ങുകയാണ് അല്ലേ, മകനെ മരണത്തിൽ നിന്ന് സുഖപ്പെടുത്താനായിട്ട്. അപ്പോൾ അവൾക്കത് കിട്ടുമോ ഇല്ലയോ? ആദ്യം അവൾ വീടാന്തരം കയറിയത് എന്തിനായിരുന്നു? ദ ഫസ്റ്റ് ടൈം ഷീ വെൻറ്റ് ഫ്രം ഹൗസ് ടു ഹൗസ് was to get the medicine, the cure for death of her son. But she did not get it. ഇപ്പം രണ്ടാമതും നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? A handful of mustard seed so that Buddha can save her child. അപ്പം let's see. Poor Kisa Godami now went from house to house, and the people pitied her and said, "Here is mustard seed, take it." എല്ലാവർക്കും വളരെ സഹതാപം തോന്നി. They felt sympathy for her. That's the meaning of pitied. എന്തുകൊണ്ടാണ്? The requirement of the lady is so, sympathetic. But when she asked, "Did a son or daughter, a father or mother die in your family?" they answered her, "Alas, the living are few, but the dead are many. Do not remind us of our deepest grief." ഞങ്ങളുടെ അങ്ങേയറ്റത്തെ വേദനകളെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു എല്ലാവരും. എന്താ കാരണം? ഓരോ വീട്ടിലും മകനോ മകളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ബിലവഡായിട്ടുള്ള ഉറ്റവരായിട്ടുള്ളവർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കിസയ്ക്ക് മസ്റ്റാർഡ് സീഡ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് വാസ് ദ കണ്ടീഷൻ. മരണം സംഭവിക്കാത്തൊരു വീട്ടിൽ നിന്ന് വേണം എടുക്കണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ കിസ did not get the mustard seed. So she became weary and hopeless. She became extremely tired. Weary means extremely tired and hopeless. അങ്ങേയറ്റം നിരാശ തോന്നി. അവൾ ഒരു ഇടത്ത് ഇരുന്നു. ഓക്കെ, വേ സൈഡ്, വഴിയരികിലിരുന്നു. വാച്ചിങ് ദ ലൈറ്റ്സ് ഓഫ് ദി സിറ്റി. ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലേ, എന്തെങ്കിലും നമ്മൾ ലാസ്റ്റ് പോയം ഡസ്റ്റ് ഓഫ് സ്നോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വോട്ട് ഇൻസ്പയർഡ് ദ പോയിറ്റ് അല്ലേ, വെൻ ഹി വാസ് സിറ്റിംഗ് അണ്ടർ ദ ഹെംലോക്ക് ട്രീ, നമ്മളത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ കിസയ്ക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ് കിട്ടുകയാണ്. വെൻ ഷി വാസ് സിറ്റിംഗ് അണ്ടർ ദ സ്ട്രീറ്റ് ലൈറ്റ്സ്. അപ്പോൾ വേ സൈഡിലിരുന്നപ്പോൾ ഷീ സോ ദ ലൈറ്റ്സ് ഫ്ലിക്കറിങ് അപ്പ് ആൻഡ് were extinguished again. At last the darkness of the night reigned everywhere. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് കത്തി, പിന്നെ അത് കെട്ടു, പിന്നെ അവസാനം രാത്രിയുടെ തീരാ ഇരുട്ട് അവിടെ എല്ലായിടത്തും ആയി. ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. ജീവിതത്തിൽ ഇറ്റ്സ് ലൈക്ക് ഓപ്പണിങ് അപ്പ് ദ പാൻഡോറാസ് ബോക്സ്. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഒരു സ്റ്റോറിയാണത്. പാൻഡോറ വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് she opened the box which was asked not to open. മിസറീസ് എല്ലാം പുറത്തു വന്നു, എല്ലാ ദുഷ്ടചിന്തകളും എല്ലാം പുറത്തു വന്നു. അങ്ങനെ the world was in misery. Then she felt sorry for it and she repented. She knelt and prayed. Finally she opened the box again. Then an angel came out and it was the angel of ഹോപ്പ് എന്നാ പറയുക. അപ്പോൾ ജീവിതത്തിലായാലും തകർന്ന് പോകുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹോപ്പ് വരും അല്ലേ. അങ്ങനെ ലൈറ്റ്, ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ, അങ്ങനെയല്ലേ പറയാൻ. ഓക്കെ, സോ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫേറ്റ് ഓഫ് ഓൾ ദ ഹ്യൂമൻ ബീങ്സ് ഈസ് സംതിങ് ലൈക്ക് ദ എൻഡ്. Death is the end. At last the darkness of the night reigned everywhere, and she considered the fate of man, and their lives flicker up and are extinguished again. And their lives, and she thought to herself, how selfish am I in my grief. എൻ്റെ ദുഃഖത്തിൽ ഞാൻ എത്ര സ്വാർത്ഥയായിരുന്നു. കാരണം എന്താണ്? she never thought death occurs to all. Death is common to all. അവൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നും അല്ല, എല്ലാവർക്കും വരുന്ന ഒരു ഫേറ്റ്, ഒരു വിധിയാണ് ഇത് എന്ന് അവൾക്ക്
മനസ്സിലായി. ആൻഡ് യെറ്റ് ഇൻ ദിസ് വാലി ഓഫ് ഡെസൊലേഷൻ, ഈ നിരാശയുടെ ദുഃഖത്തിൻ്റെ താഴ്വരയിൽ, മരണത്തിൻ്റെ താഴ്വര, ബൈബിളിലൊരു കോട്ട് പോലും ഉണ്ട് അല്ലേ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുകയാണെങ്കിൽ പോലും ഇറ്റ് ലീഡ്സ് ടു ഇമ്മോർട്ടാലിറ്റി ഹു ഹാസ് സറൗണ്ടഡ് ഓൾ സെൽഫിഷ്നെസ്. എല്ലാ സ്വാർത്ഥതയും നിരുപാധികം ദൈവത്തിൽ അർപ്പിച്ച് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അനശ്വരതയിലേക്കുള്ളൊരു വഴിയാണ് അത് എന്നാണ് പറയുന്നത് അല്ലേ, മരണം. ബുദ്ധ said, the life of mortals in the world is troubled and brief and combined with pain. ബുദ്ധൻ അവളോട് പറഞ്ഞു കൊടുത്തു, എന്താണ് ജീവിതം ഫുൾ ഓഫ് മിസറീസ് ആണ്, അത് ട്രബിൾഡ് ആണ്, വളരെ നൈമിഷികമാണ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ആൻഡ് ഇറ്റ്സ് കമ്പൈൻഡ് വിത്ത് പെയിൻ. ഇനി ബുദ്ധൻ മരണത്തെ കമ്പയർ ചെയ്യാണ് ചില കാര്യങ്ങളോട്. മരണം എന്താണ്, ഇനി ആ മരണത്തിലേക്ക് നയിക്കുന്ന ആ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ കരകയറാം, ഈ കാര്യം കൂടിയാണ് അടുത്ത 2 പാസേജസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. For there is not any means by which those that have been born can avoid dying. After reaching old age there is death. Of such a nature are living beings. എല്ലാ ജീവജാലങ്ങളുടെയും ഒരു നേച്ചർ എന്താണ്, പൊതുവായിട്ടുള്ള ഒരു നേച്ചർ എന്താണ്, ഓൾഡ് ഏജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദർ ഇസ് ഡെത്ത്, ജനിക്കുന്ന ഏവനും മരിക്കുന്നു. ഓക്കെ. അതിന് 2 കമ്പാരിസൺസാണ് ബുദ്ധൻ പറയുന്നത്, 2 സിമിലീസ്, ഉപമകൾ. ഒരു ഡെക്കറേറ്റീവ് വേ ഓഫ് ലാംഗ്വേജിനെയാണ് നമ്മൾ പറയുക, എന്താ സിമിലി, ഉപമ. എന്താണ് ആ 2 ഹാസ് റൈപ്പ് ഫ്രൂട്ട്സ് ആർ ഏർലി ഇൻ ഡേഞ്ചർ ഓഫ് ഫോളിങ്, സോ മോർട്ടൽസ് വെൻ ബോൺ ആർ ഓൾവേസ് ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത്. പഴുത്തു പാകമായ പഴങ്ങൾ അത് നശിക്കും അല്ലേ, അത് വീഴും. അതുപോലെ തന്നെയാണ് മനുഷ്യരും, ജനിച്ച ഏവരും മരണം എന്ന ഒരു ഡേഞ്ചറിൻ്റെ ഫേസ് ചെയ്യേണ്ടവരും. As all other vessels made by the potter and in being broken, so is the life of mortals. കളിമൺ പാത്രങ്ങളെല്ലാം വീണ് ഉടഞ്ഞു പോകും അവസാനം അല്ലേ, അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവനും. അപ്പം ഈ 2 ഇത് പോയറ്റിക് യൂസേജ് ഇവിടെ കാണാം. അത് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാനുള്ള എളുപ്പം ഉള്ള വേർഡ് ഏതാണ്, ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് വെൻ സംതിങ് ഈസ് കമ്പയർഡ് ടു സംതിങ് എൽസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് സിമിലി. അപ്പോൾ ഇവിടെ അറിയാം, റൈപ്പ് ഫ്രൂട്ട്സിനെ മനുഷ്യൻ്റെ മോർട്ടൽസുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. റൈപ്പ് ഫ്രൂട്ട്സ് വീഴുന്നത് പോലെ തന്നെയാണ് മനുഷ്യനും നശിച്ചു പോകുന്നത്, മരിച്ചു പോകുന്നത്. ഓക്കെ. അതുപോലെ സെക്കൻഡ് സിമിലി ഈസ് ഓൾ earthen vessels. എല്ലാ കളിമൺ പാത്രങ്ങളും പൊട്ടി തകർന്നു പോകുന്നത് പോലെ ആണ് മനുഷ്യൻ്റെ ജീവിതവും. മനുഷ്യൻ്റെ ജീവിതത്തിന് അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപമയെ പറയുന്നതാണ് സിമിലി, ഇംഗ്ലീഷിൽ പറയുന്നതാണ് സിമിലി. ഓക്കെ. ഇറ്റ്സ് എ പോയറ്റിക് ഡിവൈസ്, അല്ലെങ്കിൽ നമുക്ക് പോയറ്റിക് ടെക്നിക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. Both young and adult, both those who are fools and those who are wise, all fall into the power of death. ചെറുപ്പമായിട്ടൊക്കെ കൊച്ചു കുട്ടിയായിക്കോട്ടെ, മെച്യൂർഡ് ആയിട്ടുള്ള മനുഷ്യരായിക്കോട്ടെ, ബുദ്ധിയില്ലാത്തവരാകട്ടെ, വിജ്ഞരായിട്ടുള്ള ആൾക്കാരായിട്ട് ആര് തന്നെയായാലും they will be ended up in the power of death. All are subject, എല്ലാവരും മരണത്തിന് കീഴ്പ്പെട്ടവരാണ്. ഓഫ് ദോസ് ഹു ഓവർകം ബൈ ഡെത്ത് ഡിപ്പാർട്ട് ഫ്രം ലൈഫ്. മരണത്തിൽ കീഴ്പ്പെടുന്നവരെല്ലാം ജീവിതത്തിൽ നിന്ന് ദേ സെറ്റ് ഔട്ട് എ ജേർണി, ഡിപ്പാർട്ട് ചെയ്യാണ്. ഓക്കെ. ദേ ലീവ് ഫ്രം ദിസ് വേൾഡ്. എ ഫാദർ കനോട്ട് സേവ് ഹിസ് സൺ ഓർ കിൻസ്മെൻ ദെയർ റിലേഷൻസ്. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. മാർക്ക് എന്നുള്ളതെന്ന് പറഞ്ഞാൽ യു ലിസൺ, യുവർ അറ്റൻഷൻ പ്ലീസ് എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേറ്ററി വേർഡാണത്, മാർക്ക്. ഓക്കെ. യു ഫോക്കസ് ആൻഡ് ലിസൺ. വൈ റിലേറ്റീവ്സ് ആർ ലുക്കിംഗ് ഓൺ ആൻഡ് ലമെൻറ്റിങ് ഡീപ്ലി. റിലേറ്റീവ്സ് എല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ
One by one, mortals are carried off like an ox that is led to the slaughter. ഒരു കാളയെ അതിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നത് പോലെ മനുഷ്യൻ അതിനെ എല്ലാവരും they will be taken to the grave. So the world is affected by suffering, disease or pain. അങ്ങനെയാണ് ലോകം, ജീവിതം അങ്ങനെയാണ്, ലോകം അങ്ങനെയാണെന്നൊക്കെ പറയും. Death and decay. Therefore the wise do not grieve. വിജ്ഞരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ദേ വോണ്ട് ഗ്രീഫ്. അങ്ങേയറ്റം ദുഃഖത്തിൽ ആഴ്ന്ന് ഇരിക്കുകയില്ല. നോയിങ് ദ ടേംസ് ഓഫ് ലോകത്തിൻ്റെ വഴികൾ, ലോകത്തിൻ്റെ രീതികൾ ഇങ്ങനെയാണെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അഗാധമായ ദുഃഖത്തിൽ ആഴ്ന്നു പോവുകയില്ല. റിലേറ്റീവ്സ് നഷ്ടപ്പെടുന്നവർ. നോട്ട് ഫ്രം വീപ്പിംഗ് നോർ ഫ്രം, ഇനി അടുത്ത പാസേജിൽ പറയുന്നത് ഹൗ ക്യാൻ യു അറ്റൈൻ പീസ് ഓഫ് മൈൻഡ്, സമാധാനം എങ്ങനെ ലഭിക്കും? ഹൗ ക്യാൻ യു ഓവർകം ദ ഗ്രീഫ്, സോറോ ഓഫ് ഡെത്ത് ഓഫ് യുവർ ലവ്ഡ് വൺ. നോട്ട് ഫ്രം വീപ്പിംഗ് നോട്ട് ഫ്രം ഗ്രീവിങ് വിൽ എനി വൺ ഒബ്റ്റെയിൻ പീസ് ഓഫ് മൈൻഡ്. കരഞ്ഞതുകൊണ്ടോ കുറേ കാലം ആൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും യു വോണ്ട് ഗെറ്റ് പീസ് ഓഫ് മൈൻഡ്, സമാധാനം കിട്ടില്ല. ഓൺ ദ കോൺട്രറി ഹിസ് പെയിൻ വിൽ ബി ദ ഗ്രേറ്റർ ആൻഡ് ഹിസ് ബോഡി വിൽ, അങ്ങനെ അതിൽ തന്നെ ആഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബോഡി തന്നെ വീക്കാവും, അല്ലേ? അത് വിൽ സഫർ, രോഗങ്ങൾ പിടിപ്പെടും, പെയിൻ കൂടുതലായി പോവുകയും ചെയ്യും. ഹിൽ മേക്ക് ഹിംസെൽഫ് സിക്ക് ആൻഡ് പെയിൽ, അയാൾ ഒരു രോഗിയായി മാറും, വിളർച്ച ബാധിച്ച് അസുഖബാധിതനായി മാറും. യെറ്റ് ദ ഡെഡ് ആർ നോട്ട് സേവ്ഡ് ബൈ ഹിസ് ലെമൻറ്റേഷൻ, ആളുടെ അഗാധമായ കരച്ചിൽ കൊണ്ടോ ഈ മരിച്ചവൻ ഒരിക്കലും തിരിച്ചു വരുന്നില്ല, അവർ രക്ഷപ്പെടുന്നില്ല. ഹി ഹൂ സീക്സ് പീസ് ഷുഡ് ഡ്രോ ഔട്ട് ദ എയർ ഓഫ് ലെമൻറ്റേഷൻ ആൻഡ് കംപ്ലൈൻറ്റ് ആൻഡ് ഗ്രീഫ്. സമാധാനം അന്വേഷിക്കുന്നവരെ എന്ത് ചെയ്യണം? They have to take out the arrow of lamentation, complaint and grief. ഈ arrows നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. He who has drawn out the arrow and has become, which is that arrow? Arrow of lamentation, complaint and grief. He who has drawn out the arrow and has become composed will obtain peace of mind. അങ്ങനെ ദുഃഖമെല്ലാം മാറ്റി കാം ആവുന്ന ആൾ, കമ്പോസ്ഡ് റിലാക്സ്ഡ് ആവുന്ന ആൾക്കാണ് സമാധാനം ലഭിക്കുന്നത്. ഹീ ഹു ഹാസ് ഓവർകം ഓൾ സോറോ, എല്ലാ ദുഃഖങ്ങളെയും ഓവർകം ചെയ്ത ആൾ, അതിജീവിച്ച ആൾ, വിൽ ബി ഫ്രീ ഫ്രം സോറോ ആൻഡ് ബി ബ്ലെസ്ഡ്. അങ്ങനെ ഒരുവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പം മനസ്സിലാക്കേണ്ടത് ഇതാണ്, കിസ്സയ്ക്ക് മനസ്സിലായതും ഇതാണ്. ഡെത്ത് ഈസ് കോമൺ ടു ഓൾ. It is an inevitable thing. Inevitable means unavoidable thing. And one should not be selfish in one's sorrow. ദുഃഖത്തിൽ പോലും ഗ്രീഫിൽ പോലും ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ടു അതേഴ്സ് ടു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.